ലൈവില് കുറെ നേരമായിട്ട് ജാൻമണി നല്ല രീതിയിൽ അസ്വസ്ഥയാവുന്നതായിട്ടും പിന്നെ പിണങ്ങുന്നതായിട്ടും മാറിയിരുന്ന് കരയുന്നതായിട്ടും ഒക്കെ കാണിക്കുന്നുണ്ട്. ആദ്യം സിഗരറ്റ് റൂമിൽ പോയിരുന്ന് കരഞ്ഞു. ജിൻഡോയും ഋഷിയും കൂടിയൊക്കെയാണ് സമാധാനിപ്പിച്ച് ജാനുവിനെ ഇറക്കിക്കൊണ്ട് വന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കേക്ക് മുറിക്കാൻ നേരത്ത് കേക്ക് ബിഗ് ബോസ് കൊടുത്തതാണ് കേട്ടോ. ആ കേക്ക് മുറിക്കാൻ ജാനു എന്ത് ചെയ്താലും വരുന്നില്ല, മാറിയിരിക്കുവാണ്. ശ്രീതു ഒക്കെ പോയി വിളിക്കുന്നുണ്ട്, ജാൻപാ ജാൻപാ വാ ജാൻപാ ഒക്കെ പറഞ്ഞിട്ട്. ജാൻമണി വരാൻ കൂട്ടാക്കുന്നതേ ഇല്ലായിരുന്നു. കുറച്ചു നേരം വിളിച്ചു കഴിഞ്ഞിട്ടാണ് കേക്ക് മുറിക്കാനായിട്ട് പോകുന്നത്. എന്താണ് ജാൻമണിയുടെ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പഴയ പോലെ ജിൻഡോയോടൊന്നും വലിയ കമ്പനി ഒന്നും ഇല്ലതാനും, ആരോടും സംസാരിക്കാൻ പോലും ഒരു താല്പര്യം ഇല്ലാതെ ഇങ്ങനെ മാറിയിരിക്കുകയൊക്കെയാണ് ജാൻമണി. ഈ സീസൺ അവസാനിക്കാൻ പോകുന്നതിന്റെ ഭാഗമായിട്ട് ഒരു എക്സ് കണ്ടസ്റ്റന്റ് എന്ന നിലയിൽ റീ എൻട്രി ആയിട്ടാണ് ജാൻമണി വന്നത്. അപ്പൊ പരമാവധി എല്ലാവരോടും സംസാരിച്ച് ഹാപ്പി ആയിട്ട് എല്ലാവരുമായിട്ട് പിരിയാനുള്ളതിനാണ് ഈ രീതിയിലുള്ള ഒരു അസ്വസ്ഥതയും പിണക്കവും ഒക്കെ ജാനു കാണിക്കുന്നത്. ജാനുവിന്റെ ആറ്റിറ്റ്യൂഡ് ഒട്ടും എനിക്ക് പിടിക്കുന്നില്ല കേട്ടോ. അതിപ്പോ ക്യാമറ അറ്റൻഷന് വേണ്ടിയോ സ്ക്രീൻ സ്പേസിന് വേണ്ടിയോ എന്തോ ആയിക്കോട്ടെ, ഫിനാലെ വീക്കിൽ വന്നിട്ട് ഈ ടൈപ്പ് ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നത് വളരെ മോശമാണ്. ഋഷിക്കൊക്കെ നല്ല രീതിയിൽ പൊളിയുന്നുണ്ട് ഈ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട്. മിക്കവാറും ഒരു അടി പൊട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഞാനാണെങ്കിലും തീർച്ചയായിട്ടും വഴക്കുണ്ടാക്കും. കാരണം ഈ രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഒന്നും അല്ല. ഇതെന്ത് ടൈപ്പ് ആറ്റിറ്റ്യൂഡാണ് ഇത്? വെറുതെ എന്തിനാണ് പിണങ്ങിയിരിക്കുന്നത്? ഈ മനസ്സിലാവുന്നില്ല.